കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം കൂട്ടത്തോടെ മറവ് ചെയ്തു എന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സർക്കാർ. DGP പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസാണ് അവിടെ പോയി തത്സമയം ഒക്കെ വിവരങ്ങൾ നൽകുന്നു. കൂടാതെ കൂടുതൽ റിപ്പോർട്ടുകൾ ജനമധ്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഒട്ടേറെ നിഗൂഢതകളുണ്ട്, ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇതെല്ലാം പുറം ലോകത്തെ ആദ്യം അറിയിച്ചത് മുഹമ്മദ് റഹീസാണ്. അതിനുശേഷമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാം, അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊരു നിർദ്ദേശം വന്നത്. ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അനുജ, എല്ലാ സൈഡിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങൾ താങ്ങാതെ സർക്കാർ ഒടുവിൽ സമ്മതം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ പാർട്ടികൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകളും അവരുടെ സംഘവുമാണ് ധർമ്മസ്ഥലയിൽ സർവ്വ അധർമ്മ പ്രവർത്തനങ്ങളും നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേരത്തെ SIT രൂപീകരിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് മുഖ്യമന്ത്രി അവസാനം ഗതികെട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അതായത് ധർമ്മസ്ഥലയിലെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്തു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ തന്നെ DIG പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. DGP പ്രണബ് മൊഹന്തിയുടെ പ്രത്യേക നേതൃത്വത്തിലാകും ഈ അന്വേഷണം നടക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അത് തന്നെയായിരുന്നു. DGP പ്രണബ് മൊഹന്തിയെ മാത്രമാണ് തനിക്ക് വിശ്വാസമുള്ളത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെയും അദ്ദേഹത്തിന്റെ അഭിഭാഷകരുടെയും ആവശ്യം. അപ്പോൾ എന്തായാലും ആ ആവശ്യം ഒടുവിൽ സർക്കാർ പരിഗണിച്ചിരിക്കുന്നു, അത് പരിഗണിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അദ്ദേഹമാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ആ സംഘത്തിൽ IG MN അനുച്ഛേദ്, ഒപ്പം തന്നെ DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദയം എന്നിവർ അംഗങ്ങളായിരിക്കും. അങ്ങനെ 4 അംഗ അന്വേഷണ സംഘത്തിനെയാണ്, SIT ടീമിനെയാണ് ഇവർ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ കേസ് അന്വേഷണം നാളെ തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ മിസ്സിംഗ് കേസുകളടക്കം കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്ത മിസ്സിംഗ് കേസുകളടക്കം ഇതിന്റെ പരിധിയിൽ ഏതൊക്കെ വരുമോ, ശുചീകരണ തൊഴിലാളി എന്തൊക്കെയാണോ കാട്ടിക്കൊടുക്കുന്നത് അതൊക്കെയും ഈ അന്വേഷണ സംഘം അന്വേഷിക്കണം എന്നുകൂടി ഉത്തരവിലുണ്ട്. വനിതാ കമ്മീഷൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്തയച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിലൊരു മറുപടി വേണം, ഒരു തീരുമാനം തങ്ങൾക്ക് നൽകണം എന്നുള്ളത്, അറിയിക്കണം എന്നുള്ളത് വനിതാ കമ്മീഷൻ നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അതൊരു ഭാഗത്തുണ്ടായിരുന്നു. അഭിഭാഷകരുടെ ഒരു സംഘടന സർക്കാരിനെ സമീപിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു മാധ്യമ പ്രഷർ, കാരണം കർണാടകയിലെ മാധ്യമങ്ങളൊക്കെയും മൗനം പാലിക്കുമ്പോൾ അവിടേക്ക് എത്തുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ്. ആ സംഘം കൂടി നിഗൂഢതകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയൊരു ചർച്ചയായി മാറുന്നുണ്ട്. അതിന്റെ പ്രഷറും സർക്കാരിനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ എന്തായാലും ഈ പറയുന്ന ഈ മുൻ ശുചീകരണ തൊഴിലാളിക്കും ഈ ആക്ഷൻ കമ്മിറ്റിക്കും ഒക്കെ അതിൽ എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി എടുത്തു പറയണം. അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നൊരു ഉദ്യോഗസ്ഥനാണിത്. പക്ഷേ അപ്പോഴും ദക്ഷിണ കന്നഡ SPയെ ഈ ഒരു സംഘത്തിൽ നിയോഗിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും ചേരുന്ന ഒരു SIT സംഘം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതാണ് പ്രധാനമായിട്ടും ഈ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകർ അടക്കം നിരന്തരം ആവശ്യപ്പെട്ടതും കോടതിയെ സമീപിച്ചതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിൽ SP ഇല്ല. പക്ഷേ എന്തായാലും DGPയുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനം മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കും. ആ സർക്കിളിന് പരിധിയിൽ വരുന്ന കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത പെൺകുട്ടികൾ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ കൂടി കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മറനീക്കി പുറത്തു വരേണ്ട ഒരുപാട് കേസുകളുണ്ട്. അനന്യ ഭട്ടിന്റെ അമ്മയുടെ ചോദ്യമടക്കം പ്രസക്തമായി ഇന്നും കാത്തിരിക്കുന്ന പല മാതാപിതാക്കളുമുണ്ട്, സഹോദരങ്ങളുണ്ട്. എവിടെ പോയി തങ്ങളുടെ മക്കൾ, സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവരെന്നറിയാതെ കാത്തിരിക്കുന്ന നിരവധി മനുഷ്യർ ധർമ്മസ്ഥലയിലും അവിടേക്കൊന്ന് കാലുകുത്താൻ പോലും കഴിയാതെ ആ വീടുകളിൽ പല സ്ഥലത്തായിട്ടും ഒക്കെ ഇരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്ക് എന്തായാലും ഒരു ആശ്വാസം, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിൽ നീങ്ങുമെന്ന് കണ്ടറിയണം. നേരത്തെ പലതവണ SIT രൂപീകരിച്ചതാണ്, പല കേസുകളും CBIക്ക് പോലും കൈമാറിയതാണ്. പക്ഷേ തുടക്കത്തിൽ ബൽത്തങ്കടി പോലീസ് സ്റ്റേഷൻ 10 വർഷമാകുന്നതേ ഉള്ളൂ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നിട്ട്. ബൽത്തങ്കടി പോലീസ് സ്റ്റേഷനിലെടുത്ത ഒരു കേസിന് പോലും കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളുമില്ല. അതുകൊണ്ട് തന്നെ
അന്വേഷണം ഏത് ഘട്ടത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരാൾ മുന്നോട്ട് വന്ന് നടത്തിയ വെളിപ്പെടുത്തലിൽ ഒടുവിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ കർണാടക സർക്കാർ തയ്യാറായിരിക്കുകയാണ്. കർണാടക സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം. ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ അതാണ് ഏറെ നിർണായകമായത്. ശുചീകരണ തൊഴിലാളിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. അതൊക്കെ വരുന്ന അന്വേഷണത്തിൽ നിർണായകമാകും. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് കർണാടക സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കാണാതായ പെൺകുട്ടികൾ എവിടെ? നേരറിയാൻ CBI വരേണ്ടേ? ഈ വീട്ടിൽ നിന്നാണ് പത്മലത SDM കോളേജിലേക്ക് യാത്രയായത്. ഏറെ സന്തോഷത്തോടെ പത്മലതയെ യാത്രയാക്കിയ ഈ വീട് പിന്നീട് അവളുടെ ജീവനറ്റ ശരീരമാണ് ഏറ്റുവാങ്ങിയത്. നിഗൂഢതകളുടെ ധർമ്മസ്ഥല 24 വാർത്താ സംഘത്തിന്റെ അന്വേഷണം. സ്പന്ദിക്കുന്ന അസ്ഥിമാടകൾ 24 വാർത്താ ബുള്ളറ്റിനുകളിൽ തുടരുന്നു. 24 ആദ്യം ആധികാരികം.